ദൈവത്തിൻ്റെ മഹത്വം. ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനിരിക്കുന്നവനുമായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബഹുമാനരായിട്ടുള്ള എല്ലാ പ്രേക്ഷകർക്കും ജെറൂസലേം മിഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ ഹൃദ്യമായ സ്വാഗതം. യേശു ആരെ എന്ന് നാം ചിന്തിച്ചു വരുന്നതിൽ പുത്രനായ ദൈവം എന്നതിലെ ദൈവപുത്രൻ്റെ വീക്ഷണത്തിൽ 5-ാം ഭാഗമാണ് ഈ വീഡിയോ. മനുഷ്യനായി വരും മുമ്പുള്ള ദൈവപുത്രൻ്റെ പ്രത്യക്ഷതകൾ. ആയതിലേക്ക് ഇന്നത്തെ വിചിന്തനത്തിന് ആധാരമായി ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 48-49 വാക്യങ്ങൾ. രാജാവ് ദാനിയേലിനെ മഹാനാക്കി അവനെ ബാബേൽ സംസ്ഥാനത്തിനൊക്കെയും അധിപതിയും ബാബേലിലെ സകല വിദ്വാൻമാർക്കും പ്രധാന വിചാരകനും ആക്കി വെച്ചു. ദാനിയേലിൻ്റെ അപേക്ഷ പ്രകാരം രാജാവ് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവയെയും കാര്യാദികൾക്ക് മേൽവിചാരകരാക്കി. ദാനിയേലോ രാജാവിൻ്റെ കോവിലകത്ത് പാർത്തു. ബാബിലോൺ അഥവാ ബാബിലോണിയ എന്ന ഈ മെസപ്പൊട്ടേമിയൻ നഗരം ലോകത്തിലെ അതിപ്രാചീന നഗരങ്ങളിൽ ഒന്നാണല്ലോ. ബാഗ്ദാദ് പട്ടണത്തിന് ഏകദേശം 50 മൈൽ തെക്കായി ഇത് സ്ഥിതി ചെയ്തിരുന്നു. ഇതിനെക്കുറിച്ചുള്ള തിരുവചന രേഖകൾ ഉൽപ്പത്തി 10:10, 2 രാജാക്കന്മാർ 17, 20, 24, 25 അധ്യായങ്ങൾ, എബ്രായർ 1:11, 5:12, സങ്കീർത്തനം 87:4, ദാനിയേൽ 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ തുടങ്ങിയവയിൽ കാണാം. ജലപ്രളയത്തിനു മുമ്പേ 8-10 സുമേറിയൻ രാജാക്കന്മാർ ഇവിടം അടക്കി വാണിരുന്നു. പ്രളയശേഷം വന്ന സർഗോദിത് അഥവാ അക്കാദ്യൻ രാജവംശം അമ്പും വില്ലും ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്ന രീതിക്ക് തുടക്കം കുറിച്ചു. മതപരമായി ബാബിലോണിയൻ ബഹുദൈവ ആരാധനക്കാരായിരുന്നു. ശുദ്ധപ്രയോഗവും മന്ത്രവാദവും ആചരിച്ചു വന്നു. മരിച്ചവർ ഭൂലോകത്തിൻ്റെ അധോഭാഗത്തിൽ അരലു എന്നു പേരുള്ള അന്ധകാരവും ഭയങ്കരത്വവും ധൂളി നിറഞ്ഞതുമായ സ്ഥലത്തെ ആയിരിക്കുന്നു എന്ന് അവർ വിശ്വസിച്ചു. ഇതത്രേ ഇരുളും അന്ധതമസ്സുമുള്ള ദേശത്തേക്ക്, ക്രമമില്ലാതെ അന്ധതമസ്സും ഉള്ള ദേശത്തേക്ക് മടങ്ങി വരാതെ പോകുന്നതിന് മുമ്പേ എന്ന് ഇയ്യോബ് പരാമർശിച്ചിട്ടുള്ളത്. ഇയ്യോബ് 10:21. ബാബിലോണിയൻ മതം 2000-ലേറെ ദേവീദേവന്മാരെ പൂജിച്ചിരുന്നു. പുരുഷന്മാരും സ്ത്രീകളും പുരോഹിതരായി ഉണ്ടായിരുന്നു. രാജകുമാരിമാർ മുതൽ അഭിസാരികൾ വരെ ഈ പുരോഹിത വൃന്ദത്തിൽ ആറാടിയിരുന്നു. ഇസ്രായേലിൻ്റെ ബാബിലോണിയ പ്രവാസകാലത്തും അതിനു ശേഷവുമായി മഹത്തായ യഹൂദ സംസ്കാരത്തിൻ്റെ ചുവട് പിടിച്ച് ഒരു സമാന്തര സരണി, പാരലൽ വിഷൻ, യഹൂദ സംസ്കാരത്തിൻ്റെ ഒരു പകർപ്പ് പോലെ ഒരു സംസ്കാരം ബാബിലോണിൽ ഉണ്ടായി. ജലപ്രളയ ശേഷം ജനങ്ങൾക്ക് ഏകമതവും ഭാഷയുമായിരിക്കെ ഇനി ഞാൻ ഒരിക്കലും ഭൂമിയെ വെള്ളത്താൽ നശിപ്പിക്കുകയില്ല എന്നുള്ള യഹോവയായ ദൈവത്തിൻ്റെ ഉടമ്പടിയെ, കൽപ്പനയെ മനുഷ്യനുള്ള ബന്ധത്തിൽ ആകാശത്ത് വെച്ച വില്ലിനെ, 7 നിറം വിലസുന്ന വില്ല്, അത് ആർക്കും കാണത്തക്കൊണ്ടും ദൈവം മനുഷ്യൻ്റെ മേലുള്ള ഉടമ്പടിയായി വെച്ചിട്ടും അതിനെ ധിക്കരിച്ചുകൊണ്ട് നിമ്രോന്റെ നേതൃത്വത്തിൽ വരുവീൻ എന്ന് പറഞ്ഞ് കിഴക്കോട്ട് സഞ്ചരിച്ച് ബാഗ്ദാദിന് 300 കിലോമീറ്റർ അകലെ മാറിയുള്ള സീനാർ സമതല ഭൂമിയിലെ ഇഷ്ടിക അറത്തെ പശമണ്ണ് കുമ്മായമായി ഉപയോഗിച്ചുകൊണ്ട് വരുവിൻ നാം ഇറങ്ങിച്ചെല്ലുക, മനുഷ്യൻ ഉണ്ടാക്കുന്നത് യാതൊന്നും അസാധ്യമാകുകയില്ല എന്ന് 3ാമത് തൃത്വം ഇവിടെ വെളിപ്പെടുകയാകുന്നു. 1ാമത് മനുഷ്യനെ ഉണ്ടാക്കുവാൻ തൃത്വം വെളിപ്പെട്ടു. 2ാമത് ഏതിൻ്റെ പാപത്തിൽ മനുഷ്യൻ അകപ്പെട്ടപ്പോൾ ഏതിനെ പുറത്താക്കുവാൻ വേണ്ടി വെളിപ്പെട്ടു. ഇപ്പോൾ 3ാമതും തൃത്വം പിതാപുത്ര പരിശുദ്ധാത്മാ ദൈവം വെളിപ്പെട്ടു. ദൈവം ഇറങ്ങുമെന്ന് വെളിപ്പെട്ടപ്പോൾ, താൻ ഇടപെട്ടപ്പോൾ ശേഷിച്ച മനുഷ്യകുലം പലതായി പിരിഞ്ഞു. ഭാഷക്കാരും വംശങ്ങളും ജാതികളുമായി ബാബലിൽ പിരിഞ്ഞുപോയി. അങ്ങനെ കലക്കം
എന്ന പേര്, ഈ പേര് തന്നെ ഇതിനർത്ഥമുള്ളപ്പോൾ, കലക്കമെന്ന് തന്നെ അർത്ഥമുള്ളപ്പോൾ, ഇതിൻ്റെ ദൈവത്തിൻ്റെ വാതിൽ എന്നും അർത്ഥമുണ്ട്. ഇത് സ്വർഗത്തിൽ നിന്നും ദൈവം അവിടേക്ക് ഇറങ്ങി വന്നതുകൊണ്ടാകാമെന്ന് പ്രശസ്ത വേദനിരൂപകൻ JC ഏബർ വിലയിരുത്തുന്നു. അതേസമയം പുരാതന ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നുവെന്ന് ചിലരും ചിന്തിക്കുകയാണ്. എന്നാൽ ദൈവം ഇറങ്ങി വന്ന് ലൂസിൽ ഇറങ്ങിയപ്പോൾ അത് ബേഥേൽ, ഇത് ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ വാതിൽ എന്ന് യാക്കോബ് പറഞ്ഞതുപോലെ. 3-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ടൊരു ബിംബം ഉണ്ടാക്കി. അതിൻ്റെ ഉയരം 60 മുഴവും വണ്ണം 6 മുഴവും ആയിരുന്നു. അവനതിനെ ദൂര സമഭൂമിയിൽ നിർത്തി. പ്രധാന ദേശാധിപന്മാരും സ്ഥാനാപതികളും ന്യായാധിപന്മാരും ഭണ്ഡാര വിചാരകന്മാരും അങ്ങനെ നെബൂഖദ്നേസർ രാജാവിൻ്റെ ഭരണസരണിയിലുള്ള എല്ലാ മഹാരഥന്മാരും അണിനിരന്ന് നിൽക്കുന്നതായ ആ സവിധത്തിങ്കൽ എല്ലാവിധ വീണകളും തപ്പുകളും തമ്പുരു വാദ്യങ്ങൾ ഘോഷങ്ങൾ മേളങ്ങൾ എന്തൊക്കെ സ്വരുക്കുട്ടാം അതെല്ലാം അവിടെ എണ്ണമെടുത്ത് രാജാവ് പറയുന്നുണ്ട്. അവിടെ ഘോഷൻ ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ സകല ഭാഷക്കാരും ബഹുസഹസ്രമുള്ള ബാബിലോണി സാമ്രാജ്യത്തിലെ സകല ജാതിക്കാരും മതക്കാരും, ഇവിടെ ഇത് ഏകലോക മതത്തിൻ്റെതായിട്ടുള്ള ദർശനം ഇവിടെ നെബൂഖദ്നേസറാണ് കൊണ്ടത്. ഈ ആധുനിക കാലത്ത് പലരും മാനവിക തത്വം, ഏകലോകം, ഏകമതം, ഏകഭരണം എന്നൊക്കെ അവരെ ഒരു പ്രത്യേക വെന്നിക്കൊടി പാലിച്ചുകൊണ്ട് മനുഷ്യനെ രക്ഷിപ്പാൻ, മനുഷ്യന് വേണ്ടിയാണ് ഞങ്ങൾ സംഘടിക്കുന്നത് പറയുമ്പോൾ അതിനേക്കാൾ പുരാതനത്വം, ഈ പുരാതന ആദ്യത്തെ സാമ്രാജ്യത്തിൽ തന്നെ നെബൂഖദ്നേസർ ചക്രവർത്തി അത് ഉന്നയിച്ചു കൊണ്ടാകുന്നു ഇവിടെ സ്വർണ്ണബിംബം ഉണ്ടാക്കിയത്. സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണം. ഈ സ്വർണ്ണബിംബം താൻ ഉണ്ടാക്കിയത് തൻ്റെ പിതാവായിട്ടുള്ള നെബൂഖദ്നേസറുടെ ഓർമ്മയ്ക്കായിട്ടായിരിക്കാമെന്നും, ഇനി അതല്ല, ദാനിയേൽ തൻ്റെ ദർശനം കണ്ടപ്പോഴത്തേക്ക് 7-ാം അധ്യായത്തിൽ താൻ കാണുന്നത് 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ തന്നെ കണ്ടപ്പോൾ ആ ദർശനത്തിൻ്റെ പൊരുൾ ദാനിയേൽ തിരിച്ചു കൊടുത്തപ്പോഴത്തേക്ക് പലവിധ വസ്തുക്കളെ നിർമ്മിതമായിട്ടുള്ള ബിംബത്തിൻ്റെ സ്വർണ്ണ തങ്ക കിരീടം, അതുപോലെ ശോഭിക്കുന്നതായിട്ടുള്ള തല, ശിരസ് നെബൂഖദ്നേസർ ചക്രവർത്തി തന്നെ ആണ് എന്ന് ദാനിയേൽ വിവരിച്ച് പറഞ്ഞപ്പോൾ, ഇനി ഒരുപക്ഷെ നെബൂഖദ്നേസർ നിർമ്മിച്ചിരിക്കുന്ന ഈ സ്വർണം തൻ്റെ തന്നെ ഒരു പ്രതിബിംബമായി താൻ അവരോധിച്ചതായിരിക്കാം എന്നും ചിലരെ നിരൂപിക്കുന്നുണ്ട്. എന്തായാലും ഇതിനെ നമസ്കരിക്കാനുള്ള ആജ്ഞയാകുന്നു. എന്നാൽ സകലരും വീണ് നമസ്കരിക്കുന്നു നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഇവിടെ കുറ്റം ചുമത്തപ്പെടുകയാകുന്നു. ചില കൽദയർ അടുത്ത് വന്ന് രാജാവിനെ ബോധിപ്പിച്ചു. ഇവർ ഇതാ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ചില യഹൂദന്മാർ അങ്ങനെയാണ് അവർ പരാമർശിക്കുന്നത്. ഇന്നും അങ്ങനെയാണ്. ശരിയാമണ്ണം വസ്തുത പറയത്തില്ല. ഒരു നിസ്സഹായരാണ്, ഞങ്ങൾക്ക് ഇതിനകത്ത് അസൂയ ഉണ്ടായിട്ടല്ല എന്ന മട്ടിലാണ് പലരും ദൈവ മക്കളെ, ദൈവഭൃത്യരെ കുറ്റം ചുമത്തുന്നത്, മിഷന്മാരെ കുറ്റം ചുമത്തുന്നത്, ഇങ്ങനെ പോലൊക്കെ ചെയ്യുന്നു എന്നാണുള്ള നിലയിൽ. ഇതുപോലെ യഹൂദന്മാരെ നേരിട്ട് പേര് പറയുന്നില്ല, ലക്ഷ്യം വെക്കുന്നത് നമുക്കറിയാം ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിൻ്റെ ആകുന്നു. എന്നാൽ ഒരു സർവ്വമത ഐക്യം ഇവിടെ കരുപിടിപ്പിക്കുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി തങ്ങളുടെ ജീവനെ തന്നെ ബലി കഴിക്കുവാൻ തയ്യാറായിട്ടുള്ള യഹൂദൻ, ഏകദൈവ വിശ്വസിക്കുന്ന യഹൂദൻ തങ്ങളുടെ വിശ്വാസം ഒരിക്കലും ബലി കഴിക്കുകയില്ല. തങ്ങളെ തന്നെ ബലി വേണേ കൊടുക്കുവാൻ കഴിയും. തങ്ങളുടെ ദൈവത്തെ ത്യജിച്ച് കളഞ്ഞിട്ട് അതിന് പകരമായി തങ്ങളുടെ ജീവനെ അവർ നേടുകയില്ല. ആകയാൽ ഈ കുറ്റം ചുമത്തല് രാജാവ് കേട്ടുകഴിഞ്ഞപ്പോൾ വാക്യം 13 നമ്മൾ നോക്കുമ്പോൾ, അപ്പോൾ നെബൂഖദ്നേസർ ഉഗ്രകോപവും പൂണ്ടു, ക്രോധം പൂണ്ടു, ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവെയും വേഗത്തിൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. നിങ്ങളുടെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേരു തന്നെയോ? ഇപ്പോൾ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിക്കുവാൻ ഒരുങ്ങിയിരിക്കുക. നമസ്കരിക്കാതിരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളയും. നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആര്? ഇന്നും ഈ ചോദ്യമാണ് പലരോടും ചോദിക്കുന്ന പലരും. ലോകത്തിന് പല ഭാഗങ്ങളിൽ പലരും ചോദിക്കും, നിങ്ങളെ എന്നിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഈ സംഹിതയിൽ നിങ്ങളെ രക്ഷിക്കുന്നതാരായിരിക്കും? എന്നാൽ ഇവിടെ ഇതാ ആ ചോദ്യത്തിന് മുൻപാകെ, ആ തർജ്ജനത്തിൻ്റെ കൽപ്പനയുടെ മുൻപാകെ
നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും പെട്ടെന്നൊരു ഉപവാസം നടത്തിയില്ല. ദാനിയേലിനോട് ചോദിക്കാം, ഒരു ആലോചന ദൈവത്തോട് തന്നെ കഴിക്കാം. അവർ തമ്മിൽ ആലോചനയൊന്നും അവർക്കില്ല. അവർ ഏകകണ്ഠമായി പറയുന്നു രാജാവിനോട്, നെബൂഖദ്നേസറേ, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്ന ഉത്തരം പറഞ്ഞു. അപ്പോൾ നെബൂഖദ്നേസറിന് കോപം മുഴുത്ത് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിന്റെ നേരെ മുഖഭാവം മാറി. ചൂള പതിവിന് വിപരീതമായി 7 മടങ്ങ് ചൂട് പിടിപ്പിക്കുവാൻ ഉത്തരവായി. വളരെ ബലിഷ്ഠരായിട്ടുള്ള പുരുഷന്മാർ കടന്നു വന്നു. അവൻ ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും നന്നായി ബന്ധിച്ചു തീച്ചൂളയിലേക്ക് ഇടുകയാണ്. അങ്ങനെ അവരുടെ പുരുഷന്മാർ അവരുടെ കാഴ്ചട്ട, കുപ്പായം, മേലട മുതലായ വസ്ത്രങ്ങളോടുകൂടെ ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളഞ്ഞു. രാജകൽപ്പന കർശനമായിരിക്കും കൊണ്ടും ചൂള അത്യന്തം ചൂടായിരിക്കുക കൊണ്ടും ശദ്രക്കിനെ മേശക്കിനെ അബേദ്നെഗോവയെ എടുത്തുകൊണ്ട് പോയി പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ 3 പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചൂളയിൽ വീണു. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചു. വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ സത്യം, അതേ സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അതിനവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു, അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. 4-ാമത്തെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. പുറപ്പാട് 13:22 പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി വഴി നടത്തിയവൻ, അഗ്നിത്തൂൺ, ഫയർ പില്ലർ, മരുഭൂമിയിൽ ചൂട് പകർന്നും വെളിച്ചം നൽകിയും 6 ലക്ഷത്തിൽ പരം മനുഷ്യർക്ക് അവരുടെ മൃഗജാലങ്ങൾക്ക് സംരക്ഷണം നൽകിയവൻ ഇതാ അഗ്നിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഹിമപടലങ്ങൾക്ക് മീതെ ജലം വീണാൽ തുളുമ്പിപ്പോകും പോലെ ദൈവപുത്രൻ ഇറങ്ങിയപ്പോൾ മനുഷ്യൻ കത്തിച്ച ചൂള ആഗിരണം ചെയ്യപ്പെട്ടു എന്നാണ് തീയുടെ ബലം കെട്ടു എന്ന് പറയുന്നത്. നെബൂഖദ്നേസർ എരിയുന്ന തീച്ചൂളയുടെ വാതിക്കലേക്ക് അടുത്തു വരുന്നു. അത്യുന്നത ദൈവത്തിൻ്റെ ദാസന്മാരെ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവേ പുറത്തു വരുവീ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും തീയിൽ നിന്ന് പുറത്തു വന്നു. പ്രധാന ദേശാധിപന്മാരും സ്ഥാനാധിപന്മാരും ദേശാധിപന്മാരും രാജമന്ത്രിമാരും വന്നുകൂടി. ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും ഒരു ലാഞ്ചനയും ഇല്ലാതിരിക്കുന്നതും കണ്ടു. അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്, ശദ്രക്കിൻ്റെ, മേശക്കിൻ്റെ, അബേദ്നെഗോവിൻ്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ തന്നിൽ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കുക തക്കവണ്ണം രാജകൽപ്പന മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തൻ്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. ഈ വിധത്തിൽ വിടുവിക്കാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ല. ആരെങ്കിലും ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും നേരെ ദൈവത്തിന് വിരോധം വല്ലതും തെറ്റു പറഞ്ഞാൽ അവനെ കഷ്ണമായി കഷണിക്കുമെന്നുള്ള കൽപ്പനയാണ് പിന്നീട് വരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാ യെശയ്യാ-പുരാണം 64:1 വായിക്കുമ്പോൾ, ജാതികൾ തിരുമുൻപിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ. വാക്യം 4 വായിക്കുമ്പോൾ, നീയല്ലാതെ ഒരു ദൈവവും തന്നെ കാത്തിരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. ഇതാ തീയിൽ നടക്കുന്നു. ഇതാ നെബൂഖദ്നേസറും പരിവാരങ്ങളും അന്തിച്ചു
സംഭ്രമചിത്തരായി പോയ അവർ സത്യദൈവത്തിൻ്റെ ആരാധകരായി മാറുവാൻ ജനത്തിന് മൗനാനുവാദം കൊടുക്കുകയാണ്. ഈ ദൈവത്തെ, ഒരു സത്യദൈവത്തെ നാം അറിയുക, യേശുവിനെ അറിയുക. വന്ദനം എല്ലാവർക്കും, എൻ്റെ ഹൃദ്യമായ വന്ദനം. അടുത്ത വീഡിയോയിൽ യേശുവിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കാം. ദൈവപുത്രനായ യേശുവിനെ കുറിച്ച്. ദൈവം നമ്മളെ അതിനെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നന്ദി, വന്ദനം.